1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ ചന്തക്കുന്ന് മജുമാക്കുന്ന് റോഡിന്റെ ദുരവസ്ഥയിൽ നട്ടം തിരിഞ്ഞ് 20-ലേറെ കുടുംബങ്ങൾ. 2018-ലെ പ്രളയം മുതലാണ് ഈ റോഡ് തകർന്ന് നിലവിലെ അവസ്ഥയിലായത്. വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് 20-ലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത്. റോഡ് പൂർണ്ണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ടുവേണം ഈ റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ. നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ്. PV അൻവർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത്. PV അബ്ദുൽ വഹാബ് MP ഉൾപ്പെടെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കാത്തിരുന്നത്. അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ റോഡിന്റെ ഈ ദുരിതം കൊണ്ട് മാത്രം 2 പേർക്ക് ചികിത്സ വൈകിയതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ആശുപത്രിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ ദുരിതപൂർണമായൊരു സിറ്റുവേഷനാണ്. കാരണം 1 കിലോമീറ്റർ അടുത്ത് തന്നെ നമ്മളെ താലൂക്ക് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഒരാളെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഒരു ഓട്ടോ വിളിച്ച് എത്തുമ്പോഴേക്കും ആളുടെ അവസ്ഥ അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല. അങ്ങനെ 2 പേര് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് സുഖമില്ലാതായി, രാത്രിയാണ് സുഖമില്ലാതാവുന്നത്. ഇതിലൂടെ കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ റോഡിലൂടെ. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് റോഡിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഓട്ടോ വിളിച്ചാൽ വരാത്ത സിറ്റുവേഷനാണ്. അത്രയും മോശപ്പെട്ട റോഡാണ് ഇവിടെ ഉള്ളത്. ആ കാരണം കൊണ്ട് തന്നെ 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇനി എത്ര പേര് മരണപ്പെടുമെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ. നിലമ്പൂർ മജുമക്കുന്ന് സ്കൂൾക്കുന്ന് മജുമക്കുന്നൊക്കെ പറയുന്ന പ്രദേശത്തിലെ 4-ാം വാർഡ് മുനിസിപ്പാലിറ്റി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി 4-ാം വാർഡത്തെ റോഡാണിത്. 4-ാം വാർഡത്തെ ഈ ബംഗ്ലാ റോഡ് എന്ന് പറയും. പഴയ കാലത്ത് ഇത് പുരാതന കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ കുതിരവണ്ടി അന്നത്തെ വാഹനങ്ങളൊക്കെ ഓടിയുന്ന വഴിയാണ്. ഇപ്പോൾ ഈ അവസ്ഥ നോക്കണം. നിങ്ങൾ ഈ വിസലിൽ നോക്കിയാൽ കാണാൻ കഴിയും ഞങ്ങളെ അവസ്ഥ. വളരെ ദുർലഭമായി വണ്ടികൾ വിളിച്ചാൽ കിട്ടും, സൂക്കേട് പിടിച്ചാൽ വാഹനങ്ങൾ കിട്ടില്ല, ഓട്ടോറിക്ഷ കിട്ടില്ല, പോകാൻ പറ്റില്ല. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. MLA പറയുന്നത് 10 ലക്ഷം പാസ്സായിക്കുന്നു. ഇതുവരെ ഒരു അഡ്രസ്സും കിട്ടിയില്ല, റോഡും ആയിട്ടില്ല. മജുമക്കുന്ന് റോഡ് പിന്നെ ഇരുതലയും മുട്ടി നിൽക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിലൊക്കെ താഴ്ന്ന ആൾക്കാർ ഈ റോട്ടിൽ കൂടെ നടന്നിരുന്നത്. സ്കൂൾ കുട്ടികൾക്ക് നടക്കണം. പിന്നെ ഞങ്ങൾ 10-13 പെരക്കാർ ഇവിടെ ഇടങ്ങേറായി ജീവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി. പിന്നെ കതിയക്കുട്ടി പിന്നെ ഓൾക്ക് സുഖമില്ലാതായിട്ട് കസാലയിൽ വെച്ച് കയറ്റി. ഞങ്ങൾ ഇവിടുക്കഞ്ഞ് റോഡിന് പോണ്. എത്ര ആളെ കാലാ പോയി പിടിക്കണ്. ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം കിട്ടണം. ഇത് തീരുമാനമില്ലാതെ ഇനി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല. ഞങ്ങൾ റോഡില്ലാച്ചിട്ട് പെര ഇട്ടെറിഞ്ഞ് പോകാൻ കഴിയുമോ ഞങ്ങളെക്കൊണ്ട്? ഞങ്ങൾ പാവങ്ങളാണ്. അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ റെനീഷ് കുപ്പായി പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.